ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ്. യെസ്, അപ്പോൾ നമ്മുടെ പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്തിരിക്കുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം നമ്മുടെ ആനുവൽ എക്സാം എന്ത് ചെയ്യും, നമ്മളിങ്ങ് തൂക്കും. ഓക്കെ, അതിൽ നമുക്കൊരു സംശയമേ വേണ്ട. കാരണം നമ്മൾ ഇതേപോലെ പല എക്സാമുകളും നമ്മൾ എഴുതി, നമ്മൾ ഒരുമിച്ച് എന്താണ് പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ എഴുതിയല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താണ് സ്കോളർഷിപ്പ് എക്സാം ആയിട്ട് നമ്മുടെ CM കിഡ് സ്കോളർഷിപ്പ് എക്സാം പോലും നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് കിടുവായിട്ട് എഴുതിയില്ലടാ. യെസ്, എഴുതി. ഇനി എന്താ നമ്മുടെ മുന്നിൽ ആനുവൽ എക്സാം നമ്മൾ തൂക്കിയിരിക്കും. ഓക്കെ, പക്ഷെ ഇതൊക്കെ എഴുതിയത് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും നമുക്കൊരു സിസ്റ്റമായിട്ടൊക്കെയായിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ അല്ലേ, നിങ്ങൾക്കറിയാം, നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ്സസ് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈലത്തിൽ എന്തുണ്ടായിരുന്നു, നിങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ ആപ്പ് ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രാണ ബാച്ച് അല്ലേ, നമ്മുടെ പ്രാണ ബാച്ചിൽ നമുക്ക് എന്തുണ്ട്, ക്ലാസ്സസ് ഉണ്ടായിരുന്നു. നമുക്ക് എന്നും എല്ലാ ദിവസവും നമുക്ക് നോട്ട്സ് അവൈലബിൾ ആയിരുന്നു. നമ്മൾ അവിടെ എപ്പോഴും എന്താ, ഓരോ പാഠങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ഈ ക്ലാസ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. യൂണിറ്റ് കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ യൂണിറ്റ് നടത്തിയിട്ടുണ്ട്, യൂണിറ്റ് എക്സാം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മോഡൽ, ക്വാർട്ടേർലി, ഹാഫ് ഇയർലി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാക്ടീസ് അവിടെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. LSS എക്സാമിൻ്റെ ഒരുപാട് റിവിഷനിൽ എത്രയോ പാർട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റത്തോട് കൂടി പഠിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് പൃഥ്വി ബാച്ചും പഠിക്കണ്ടേ. നിങ്ങൾ UP ആവല്ലേ. UP എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് കുറച്ചുകൂടി എന്താണ്, ഒരു 2 സ്റ്റെപ്പ് മേലോട്ടേക്ക് പോവാണല്ലേ എല്ലാം. അപ്പോൾ കുറച്ചുകൂടി എന്തായിരിക്കും നിങ്ങളുടെ കോണ്ടന്റ്, എന്തായിരിക്കും കോണ്ടന്റിന്റെ ആ ഒരു കാഠിന്യമൊക്കെ കുറച്ചുകൂടി വലിയ വലിയ കോണ്ടന്റ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് 4ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ഫണ്ണായിട്ട്, തമാശയോട് കൂടി എന്റർടൈൻ ചെയ്ത് ക്ലാസ് നല്ല തമാശയെല്ലാം പറഞ്ഞ് വൈബായി നമുക്കൊരു 5ാം ക്ലാസ്സും പഠിച്ചുകൂടാ. എന്താണ് നമ്മുടെ സൈലത്തിൽ 5ാം ക്ലാസ്സിലെ ബാച്ചിന്റെ പേര്? ഇറ്റ് ഈസ് പൃഥ്വി ബാച്ച് എന്നാണ് നമ്മുടെ 5ാം ക്ലാസ്സിന്റെ പേര്. എന്താണ് നമ്മുടെ ഫീച്ചേഴ്സ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, ഇനി അറിയാത്തവർക്ക് മിസ് പറഞ്ഞു തരാം. എല്ലാ ദിവസവും നമുക്ക് എന്തുണ്ടാവും, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഡെയിലി നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ലൈവ് ക്ലാസ്സസിന് ശേഷം എപ്പോഴെന്താ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതും. ചില സമയത്ത് നമുക്ക് ആ നോട്ട്സ് ഒക്കെ എപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ എപ്പോഴും ടീച്ചർ ബോർഡ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് മിസ്സാവും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നോട്ട്സ് ഒരിക്കലും മിസ്സാവുന്നില്ല. അന്ന് തന്നെ ആ നോട്ട്സ് കംപ്ലീറ്റ് PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. രണ്ടാമത് നോക്കുക, സ്ലൈഡ് നോട്ട് ഞാൻ പറഞ്ഞു, പ്രീ റെക്കോർഡഡ് സെഷൻസ്. അതിൽ എന്തുണ്ട്, ഓൾറെഡി നമ്മളെ ചാപ്റ്റേഴ്സ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഓക്കെ, ലൈവ് എനിക്ക് എന്തൊരു കാണാൻ സുഖമില്ല, ഞാൻ അതിൻ്റെ ചാപ്റ്റർ മാത്രമുള്ള നമുക്ക് ഇങ്ങനെയുള്ള ടോക്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെറും നമ്മുടെ പാഠം മാത്രം റെക്കോർഡ് ചെയ്തത് മാത്രം എന്താണ് ഞാൻ എടുത്ത് കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തുണ്ട്, പേൾ വീഡിയോസ് ആയിട്ട് കംപ്ലീറ്റ് പാഠപുസ്തകങ്ങളും ആക്ടിവിറ്റീസും ചോദ്യോത്തരങ്ങളും ഒക്കെ വളരെ ഷോർട്ടായിട്ട് കുഞ്ഞു ഡ്യൂറേഷനിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതെടുത്ത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ, സ്പെഷ്യൽ ബാച്ചസ് ലൈക്ക് നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ LSSന്റെ ബാച്ച്, ഓക്കെ, NMMS പോലുള്ള എക്സാംസ്, USS പോലുള്ള എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ആ ആപ്പിൽ തന്നെ എന്തുണ്ടാകും, വേറെ തന്നെ നമ്മൾ ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് എക്സാംസിന്റെ കാര്യം മിസ് പറഞ്ഞു, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് എന്താ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് നിങ്ങൾ 4ാം ക്ലാസ്സിൽ വളരെ ഹാപ്പി അല്ലേ നമ്മുടെ പ്രാണ ബാച്ചിന്റെ കൂടെ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പൃഥ്വി ബാച്ചിലേക്കും എല്ലാവരും എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. ഇപ്പൊ നമ്മുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് സൈലം എജു ഫെസ്റ്റ് കണ്ടോ നിങ്ങൾ, എജു ഫെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ഓഫറുള്ള സമയമാണ്. എല്ലാ സമയത്തും എന്താണ് ഇപ്പോൾ ഓഫർ പീരീഡ് ആയാലും. അപ്പോൾ ഓഫർ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഓഫർ എന്ത് ചെയ്യുക, ഇങ്ങ് നേടിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സൈലത്തിൽ ഈ പ്രാവശ്യം പ്ലാനുകൾ വ്യത്യസ്തമാണ്. ചില കുട്ടികൾക്ക് ലൈവ് ക്ലാസ്സസ് മാത്രം മതിയാവും, ചില കുട്ടികൾക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ വേണ്ടി വരും. ചില കുഞ്ഞുങ്ങൾക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡിംഗ് ക്ലാസ്സും PYQ ക്വസ്റ്റ്യൻ മെറ്റീരിയലും നോട്ടും എല്ലാം വേണ്ടി വരും. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടും എന്തുണ്ട്, ഈ പ്രാവശ്യം നമുക്ക് ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്ലാൻസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണ്ടേ. മിസ് ഇതിപ്പോൾ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്പറിൽ ഒന്ന് നിങ്ങൾ വിളിക്കണം. ഒരു ഫോൺ കോൾ അല്ലടാ, ഒരു ഫോൺ വിളിയല്ലേ, നിങ്ങൾ എല്ലാവരും ഒന്ന് വിളിക്കണം. ഓക്കെ, നിങ്ങളുടെ പാരൻസിനോട് പറയാം, അമ്മ അല്ലെങ്കിൽ അച്ഛ ഈ നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പൃഥ്വി ബാച്ചിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, നമ്മളെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് ദി സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന നമ്മുടെ പാഠം അല്ലേ. ഇവിടെ നോക്കിയേ, ദി ട്രാവലർ ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ഹിസ് മദർ. അങ്ങനെ നമ്മുടെ ട്രാവലർ എന്ത് ചെയ്ത്, അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അമ്മയോട് പറയണം. ഓക്കെ,
എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്ത് എന്ത് ചെയ്യണം, എല്ലാം പറയണം. പ്രിപ്പയർ എ കൺവേഴ്സേഷൻ. ഒരു കൺവേഴ്സേഷൻ ഇവിടെ എഴുതാനാ പറയുന്നത്. നോക്ക്, നമുക്ക് ഇങ്ങനെ എഴുതാം, സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. നമുക്ക് ഇങ്ങനെ തുടങ്ങിക്കൂടെ, മദർ ഐ ആം ബാക്ക്. അമ്മേ ഞാനിതാ വന്നു ട്ടോ. അപ്പൊ അമ്മ എന്ത് പറയും, യെസ് ഡിയർ. യെസ്, ഹൗ വാസ് യുവർ ജേർണി? മോനെ നിന്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ജേർണി എന്ന് പറഞ്ഞ എന്താണടാ? ഇറ്റ് ഈസ് യാത്ര. ഇറ്റ് വാസ് നൈസ്, ഐ റീച്ച് ഇൻ എ സ്പെഷ്യൽ പ്ലേസ്. നൈസ് ആയിരുന്നു അമ്മേ, നല്ല യാത്രയായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ എത്തിയ സ്ഥലം ഉണ്ടല്ലോ, അത് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇറ്റ് വാസ് എ സ്പെഷ്യൽ പ്ലേസ്. വാട്ട് ഹാപ്പൻഡ്? എന്താ ഉണ്ടായേ? ദ വില്ലേജസ് അറ്റ് എവറിത്തിങ് വിത്ത് ദം. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ കയ്യിലും എല്ലാ വസ്തുക്കളും ഉണ്ട്. ബട്ട് ദേ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അവർക്ക് എന്ത് പറ്റുന്നില്ല? അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദേ നെവർ ട്രൈ ടു ടോക്ക് ടു ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടൊന്നുമില്ല. ഞാൻ എൻ്റെ നെയ്ബറിനോട് മിണ്ടൂല, അവരുടെ നെയ്ബറിനോട് മിണ്ടൂല, അവർ പരസ്പരം സംസാരിക്കുക പോലുമില്ല. ഐ ടോട്ട് ദം. ഞാൻ അവരെ എന്ത് ചെയ്ത് പഠിപ്പിച്ചു? ടോട്ട് എന്ന് പറഞ്ഞാൽ എന്താണടാ? പഠിപ്പിക്കുക. ഞാൻ അവരെന്ത് പഠിപ്പിച്ചു? നോക്കുക, ഹൗ ടു ലിവ് ഇൻ യൂണിറ്റി. ഒരുമയിൽ എങ്ങനെ ജീവിക്കാം, ഒരുമിച്ച് ഒരുമയോട് കൂടി, യൂണിറ്റിയോട് കൂടി, സ്നേഹത്തോടു കൂടി എങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ അവരെല്ലാവരെയും പഠിപ്പിച്ചിട്ടാണ് വന്നത്. ഐ പ്രിപ്പയർഡ് സ്റ്റോൺ സൂപ്പ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ. ദേ ലൈക്ഡ് it. Oh, I prepared stone soup and distributed it. ഞാൻ എന്താണ് എല്ലാവർക്കും സ്റ്റോൺ സൂപ്പ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തല്ലേ? ഞാൻ എല്ലാവർക്കും സ്റ്റോൺ സൂപ്പ് എന്താണ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്താണ് എൻ്റെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു. ആൻഡ് എവ്രിബഡി ലൈക്ഡ് ഇറ്റ്. എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ഓ യു ഡിഡ് എ ഗുഡ് ജോബ്, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, യു ഡിഡ് ഗുഡ്, ഓ ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെൽ ഡൺ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. യു ഡിഡ് എ ഗുഡ് ജോബ് മോനെ, നീ നല്ല ഒരു കാര്യമാണ് ചെയ്തത്. ഇത്രയും എഴുതിയ എന്താ? നമ്മുടെ ഉത്തരം സെറ്റാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഉത്തരം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയും നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും എങ്ങനെയും ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണം. ഓക്കെ, താങ്ക് യു.